ഹലോ, വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ്. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 43-ാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 24/7/2024 നടന്ന ഫാം വർക്കർ പരീക്ഷയുടെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. 20 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പരീക്ഷ തന്നെയായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ ഈ ഒരു ഏരിയ നോക്കി പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും, വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ 20 ചോദ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചോദ്യങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും അതുപോലെ തന്നെ നാച്ചുറൽ സയൻസ് അങ്ങനെയുള്ള മറ്റ് ടോപ്പിക്കുകളിലായിട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു 20 എണ്ണത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലിയാണ്. ഓക്കെ, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയിട്ടുള്ള ആദ്യ താരം വിരാട് കോഹ്ലി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത്, ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്തത്, 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്? 18ാമത് ലോക്സഭയാണ് 2024 ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ. ഓക്കെ, ഇലക്ഷനിലൂടെ നിലവിൽ വന്ന ലോക്സഭ 18ാമത് ലോക്സഭയാണ്. ഓക്കെ, ഇനി അടുത്തത്, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ, നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്, സുമൻ ബെറി. ഓക്കെ, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. അപ്പോൾ സുമൻ ബെറി വൈസ് ചെയർമാനാണ്. ഓക്കെ, ഇനി അടുത്തത്, ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? 2023 ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഇനി ആചരിക്കാൻ പോകുന്നത് ആഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത് 2023 ആഗസ്റ്റ് 23 അപ്പോൾ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 1ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഓക്കെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ചോദിക്കുകയാണെങ്കിൽ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു, SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? SK വസന്തനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് പദ്ധതി. ഓക്കെ, അപ്പോൾ എന്താണ്, സംസ്ഥാനത്തെ സർക്കാർ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന 1 തൊട്ട് 8 വരെയുള്ള കുട്ടികൾക്ക്, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്ന പദ്ധതി. ആ ഒരു പദ്ധതിയാണ് കെടാവിളക്ക് എന്നുള്ളൊരു പദ്ധതി. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം, ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു ക്ലാസ്സിൽ, ബീഹാറാണ്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. അടുത്തത്, സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ആദിത്യ L1. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സും ചെയ്തിട്ടുണ്ട് അല്ലേ. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. അടുത്തത്, യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോടാണ്. ഓക്കെ, യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോടാണ്. അടുത്തത്, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 107 മെഡലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. ഓക്കെ, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയിട്ടുള്ള മെഡലുകളുടെ എണ്ണം 107 ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ് ആണ്. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അരുൺ അലോഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് പൊൻവാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് ഒരു പാരിതോഷികം നൽകുന്ന ഒരു വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. നെക്സ്റ്റ്, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ്, അവയവദാനത്തിനുള്ള ഒരു പദ്ധതിയാണ് മൃതസഞ്ജീവനി. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ഇനി ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? അലോപ്പതിയാണ്. ഓക്കെ, സിദ്ധ, യുനാനി, ആയുർവേദം ഇതൊക്കെയാണ് മെയിനായിട്ടും എന്താണ് ആയുഷിൽ ഉള്ളത്. അപ്പോൾ അതിൽ അലോപ്പതി ഇല്ല. ഓക്കെ, ഇംഗ്ലീഷ് മരുന്നുകൾ ആ ഒരു ചികിത്സാ രീതി ഇല്ല. ഓക്കെ, അടുത്തത്, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്, കുഷ്ഠം. ഓക്കെ, നമ്മൾ നമ്മുടെ നാച്ചുറൽ സയൻസിൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അശ്വമേധം പദ്ധതി. ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്നൊരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് 3ഓളം ക്ലാസ്സുകളായിട്ട്. അത് പരീക്ഷയ്ക്ക് നോക്കി പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷയുടെ തലേദിവസം. ഓക്കെ, അപ്പോൾ കുഷ്ഠം രോഗമാണ് കേട്ടോ. കുഷ്ഠം രോഗത്തിൻ്റെ പദ്ധതിയാണ് അശ്വമേധം. അടുത്തത്, നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി
ഒരുവിധം എല്ലാവർക്കും അറിയാം വവ്വാലാണ്. ഓക്കെ, നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏതാണ്? വവ്വാലാണ്. അടുത്തത് അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മൃതസഞ്ജീവനി. ഓക്കെ, അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്. ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് പറഞ്ഞു? മോഹൻലാലാണ്. ഇനി എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് വിമുക്തി. എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? വിമുക്തിയാണ്. ഓക്കെ, അടുത്തത് 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ വേദിയായ നഗരം കോയമ്പത്തൂരാണ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വേദിയായ നഗരം കോയമ്പത്തൂർ. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാണ് ടോവിനോ തോമസ്. ഓക്കെ, 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായിട്ട് തിരഞ്ഞെടുത്ത നടൻ ടോവിനോ തോമസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആ ചോദ്യങ്ങൾ. അപ്പോൾ റീസെൻ്റ്ലി ആസ്ക് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്നുള്ളൊരു സെഷനാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. ഫാം വർക്കർ എന്നുള്ള എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി ആസ്ക്ഡ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണെന്ന് ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ ആ ഏരിയകളൊക്കെ ഒന്ന് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക്